ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ മാത്തമാറ്റിക്സ് സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ മലയാളം മീഡിയം വീഡിയോ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1, സർക്കിൾ ബ്യൂട്ടി. എന്താണ്? യെസ്, വൃത്ത ഭംഗിയല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ്? റഹീം, ഡെയ്സി ആൻഡ് അനുശ്രീ ഡ്രൂ സം സർക്കിൾസ്. എന്താണ്? റഹീമും ഡെയ്സിയും അനുശ്രീയും കുറച്ച് സർക്കിൾസ് വരച്ചു. ദ റേഡിയസ് ആൻഡ് ഡയമീറ്റർ ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അതിൻ്റെ റേഡിയസും ഡയമീറ്ററും നമുക്ക് എന്താണ് ഇവിടെ ടേബിളിൽ നൽകിയിട്ടുണ്ട്. അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, റഹീം 2 സെൻറ്റിമീറ്റർ നൽകിയിട്ടുണ്ട്. റഹീം റേഡിയസ് 2 സെൻറ്റിമീറ്റർ, ദെൻ ഡയമീറ്റർ എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ. ഈ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ റേഡിയസ് 2 ആയാൽ ഡയമീറ്റർ എത്രയായിരിക്കും? അതെ, അതിൻ്റെ ഇരട്ടി ആയിരിക്കും, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ആരം 3 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഡയമീറ്റർ നമുക്ക് എത്രയെന്ന് കണ്ടെത്താമല്ലോ. 3ൻ്റെ ഇരട്ടി കണ്ടെത്തിയാൽ മതി. അപ്പോൾ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള ബന്ധം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നമുക്ക് എന്താണ്? ഡയമീറ്റർ തന്നാൽ അതിന് റേഡിയസും കണ്ടെത്താം. നമുക്കറിയാം റേഡിയസ് ഡയമീറ്ററിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. റഹീമാണ് നൽകിയിട്ട് 2 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും നമുക്ക് നൽകിയിട്ടുണ്ട്. ദെൻ ഡെയ്സി റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ എത്ര മീറ്റർ ആയിരിക്കും? എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? അതെ, 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് 3ൻ്റെ ഇരട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. അനുശ്രീയുടെ നമുക്ക് ഡയമീറ്റർ നൽകിയിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് റേഡിയസ് കണ്ടെത്താലോ. എങ്ങനെയാണ്? 10ൻ്റെ പകുതി എത്രയാണ്? അതെ, 5 ആണ്. അപ്പം 5 സെൻറ്റിമീറ്റർ ആണ് എന്ത്? അനുശ്രീയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. 10ഉം റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 5ഉമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ 3 സർക്കിൾസ് വിത്ത് സെയിം സെൻറ്റർ യൂസിങ് ദ എബോവ് മെഷർമെൻറ്റ്. അപ്പം നമുക്ക് നൽകിയിട്ടുള്ള മെഷർമെൻറ്റ്, മുകളിൽ നൽകിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് 3 സർക്കിൾസ്, അതായത് റഹീമിൻ്റെയും ഡെയ്സിയുടെയും അനുശ്രീയുടെയും സർക്കിൾസ് നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. ആദ്യം മെറൂൺ സർക്കിളായിട്ട് നമ്മളോട് കൊടുത്തിട്ടുള്ളത് ആരുടേതാണ്? റഹീമാണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യുക? ഇതുപോലൊരു ബിന്ദു അടയാളപ്പെടുത്തുക. ദെൻ ഫസ്റ്റ് ആരുടെ നമുക്ക് അടയാളപ്പെടുത്താം? റഹീമിൻ്റെ അല്ലേ. 2 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ദെൻ 3 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക, അത് ഡെയ്സിയുടെ. ഓക്കെ, ദെൻ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആയിട്ട് എന്ത് ചെയ്യുക? അനുശ്രീയുടെ. ഇതേപോലെ 3 സർക്കിൾസ് കൂട്ടുകാർ ഒരേ ബിന്ദുവിൽ തന്നെ വരച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2, ജോബ് ആൻഡ് വേജസ്. എന്താണ്? തൊഴിലും കൂലിയുമല്ലേ. നോക്കൂ, ദർ ആർ 24 വർക്കേഴ്സ് ഇൻ എ ഫാം. ഒരു ഫാമിൽ എത്ര വർക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്? അത് 24 വർക്കേഴ്സ് ഉണ്ട്. അതിൽ നോക്കൂ, 12 ഓഫ് ദം വർക്ക് ഇൻ ഡേ ടൈം ആൻഡ് 12 വർക്ക് അറ്റ് നൈറ്റ്. അതിൽ 12 പേര് ഡേ ടൈമിൽ പകൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 12 പേര് എന്ത് ചെയ്യുന്നുണ്ട്? നൈറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. ദോസ് ഹൂ വർക്ക് ഇൻ ഡേ ടൈം വിൽ ഗെറ്റ് $600 പെർ ഡേ. അപ്പോൾ ഓരോ ദിവസം അവർക്ക് എത്ര രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്? 600 രൂപയാണ്. ഓക്കെ, ദെൻ ദോസ് ഹൂ വർക്ക് അറ്റ് നൈറ്റ് ഗെറ്റ് മോർ വേജസ്. ആരാണ് രാത്രിയിൽ വർക്ക് ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ കൂലി ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ വേജ് ഓഫ് വർക്കേഴ്സ് ഹൂ വർക്ക്സ് ഡ്യൂറിങ് ദ ഡേ ടൈം ഫോർ 7 ഡേയ്സ്. അതായത് പകൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം, ഒരാൾക്ക് 7 ദിവസം ജോലി ചെയ്താൽ എത്ര രൂപ കൂലി ലഭിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര രൂപ കൂലി ലഭിക്കും? പകൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 7 ദിവസം ജോലി ചെയ്താൽ, അതായത് 7 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്ര രൂപ കൂലി ലഭിക്കും? അതായത് ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത്, പകൽ ജോലി ചെയ്യുന്ന ഒരു ദിവസത്തെ ഒരാൾക്ക് ലഭിക്കുന്ന കൂലി എന്ന് പറയുന്നത് എത്ര രൂപയാണ്? നോക്കൂ, ദോസ് ഹൂ വർക്ക് ഇൻ ഡേ ടൈം വിൽ ഗെറ്റ് $600 പെർ ഡേ എന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം 7 ദിവസത്തേക്ക് എത്ര രൂപയെന്ന് നമുക്ക് കണ്ടെത്താമല്ലോ. 7 ദിവസത്തേക്ക് എത്ര രൂപയായിരിക്കും? അതെ, 7 × 600 കണ്ടെത്തിയാൽ മതിയല്ലോ. എത്രയാണ്? യെസ്, 4200 റുപ്പീസ്, 4200 രൂപയല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ടോട്ടൽ വേജസ് ഓഫ് ദ വർക്കേഴ്സ് ഹൂ വർക്ക് ഡ്യൂറിങ് നൈറ്റ് ഫോർ 7 ഡേയ്സ് ഈസ്
5950. എന്താണ്, രാത്രി ജോലി ചെയ്യുന്ന ഒരാൾക്ക് 7 ദിവസത്തേക്ക് എത്ര രൂപ കൂലി കിട്ടും എന്നാണ് പറയണത്? 5950 രൂപ കൂലി കിട്ടും. എന്നാൽ ഒരു ദിവസത്തെ കൂലി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 7 ദിവസത്തേക്ക് 5950 രൂപയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് നമുക്ക് കണ്ടെത്താമല്ലോ. എങ്ങനെ കണ്ടെത്താം? അതെ, 5950 ഹരിക്കണം 7. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 850 റുപ്പീസ്. ആൻസർ എത്രയാണ്? 850 റുപ്പീസ്. Then calculate the wage of all workers in a week. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ തൊഴിലാളികൾക്കും കൂടിയിട്ട് 7 ദിവസത്തെ കൂലി കൊടുക്കാൻ എത്ര രൂപ വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ടോട്ടൽ വേജ് ഫോർ 12 ഡേ ടൈം വർക്കേഴ്സ് ഫോർ 7 ഡേയ്സ് നമുക്ക് ആദ്യം കണ്ടെത്താം. അതായത് ഒരു ദിവസത്തെ കൂലി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നോക്കൂ എത്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി വേജ് ഓഫ് ഓൾ വർക്കേഴ്സ് ഇൻ എ വീക്ക്. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ തൊഴിലാളികൾക്കും കൂടിയിട്ട് 7 ദിവസത്തെ കൂലി കൊടുക്കാൻ എത്ര രൂപ വേണം? ഒരു തൊഴിലാളിക്ക് 7 ദിവസത്തെ കൂലി കൊടുക്കാനുള്ള പൈസ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പകൽ ടൈമിൽ എത്രയായിരുന്നു? 4200 രൂപ. അപ്പോൾ ടോട്ടൽ വേജ് ഓഫ് 12 ഡേ ടൈം വർക്കേഴ്സ് ഫോർ 7 ഡേയ്സ് എത്രയായിരിക്കും? യെസ്, 12 ഇൻറ്റു 4200 4200 ഈസ് ഈക്വൽ ടു യെസ് 50,400 റുപ്പീസ് 50,400 രൂപ. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്താണ് നൈറ്റ് ടൈമിൽ 7 ആൾക്ക് വർക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയായിരുന്നു? 5950 റുപ്പീസാണ്. അങ്ങനെ എത്ര പേരുണ്ട്? 12 പേരില്ലേ? ആ 12 പേരും 7 ദിവസം വർക്ക് ചെയ്താൽ ടോട്ടൽ എത്രയായിരിക്കും? യെസ്, ടോട്ടൽ വേജ് ഓഫ് 12 നൈറ്റ് ടൈം വർക്കേഴ്സ് ഫോർ 7 ഡേയ്സ് ഈസ് ഈക്വൽ ടു യെസ് 12 ഇൻറ്റു 5950 ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ? യെസ് 71,400 റുപ്പീസ് 71,400 രൂപ. ഇനി നമുക്ക് എല്ലാവരുടെയും കൂടി കണ്ടെത്താമല്ലോ. അതായത് 7 ദിവസത്തെ കൂലി കൊടുക്കാൻ ആകെ എത്ര രൂപ വേണ്ടി വരും എല്ലാ തൊഴിലാളികൾക്കും കൂടിയിട്ട്? യെസ്, വേജ് ഓഫ് ഓൾ വർക്കേഴ്സ് ഇൻ വീക്ക് കണ്ടെത്താനും നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ കണ്ടെത്തിയ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യാമല്ലേ. 71,400 റുപ്പീസ് പ്ലസ് 50,400 ഈസ് ഈക്വൽ ടു 1,21,800 റുപ്പീസ് 1,21,800 രൂപ. 71,400 പ്ലസ് 50,400 ഈസ് ഈക്വൽ ടു 1,21,800 രൂപ വേണം. ഓക്കെ, വേജ് ഓഫ് ഓൾ വർക്കേഴ്സ് ഇൻ എ വീക്ക് ഈസ് ഈക്വൽ ടു യെസ് 1,21,800 റുപ്പീസ്. ദെൻ നെക്സ്റ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 ലെറ്റ്സ് ഡിവൈഡ് ആൻഡ് റൈറ്റ്. എന്താണ്? നമുക്കിവിടെ ഭാഗിച്ച് തന്നിട്ടുണ്ട്. അത് ഓരോന്നും നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഇൻ ഈച്ച് പിക്ചർ. ഓരോ ഭാഗത്തിൻ്റെയും ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എത്രയാണെന്ന് നമ്മളോട് ഇങ്ങനെ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓരോ ചിത്രവും ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ നമ്മളോട് ഫ്രാക്ഷൻ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ നോക്കൂ. ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 2 ആണല്ലേ. അതിൽ ഒരു ഭാഗമല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. നമുക്കപ്പോൾ അത് എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ ആക്കുമ്പോൾ അതെ 1/2. നെക്സ്റ്റ് നോക്കൂ, 4 പാർട്സ് ഉണ്ട്. അതിൽ 3 ഭാഗത്തിനല്ലേ കൊടുത്തിട്ടുള്ളത് ഷെയ്ഡ്. അപ്പം 3/4. 8 ഭാഗത്തിൽ 4 ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെ എഴുതാം? അതെ 4/8. കൗണ്ട് ചെയ്ത് നോക്കൂ. ആകെ എത്ര ഉണ്ട്? 12 പാർട്സ് ഉണ്ട്. അതിൽ 4 പാർട്സിനല്ലേ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? യെസ് 4/12. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയല്ലോ. നോക്കൂ, എമംഗ് ദിസ് വിച്ച് ആർ ദ ഈക്വൽ ഫ്രാക്ഷൻസ്. ഇതിൽ നമുക്കിപ്പോൾ കിട്ടിയതിൽ ഈക്വൽ ഫ്രാക്ഷൻസ് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഈക്വൽ ഫ്രാക്ഷനായിട്ട് വരുന്നത്? 1/2 നോക്കൂ. 1/2 ഈസ് ഈക്വൽ ടു 4/8 അല്ലേ. 4/8 നമ്മൾ ചുരുക്കിയാൽ നമുക്ക് എങ്ങനെ കിട്ടും? 1/2 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഏതാണ്? 1/2 ഈസ് ഈക്വൽ ടു 4/8. Then write an equal fraction for the following. 3/4 നൽകിയിട്ടുണ്ട്. അതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ നമ്മളോട് എടുത്തെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 4/12 ഈക്വൽ ആയതും 3/4 ഈക്വൽ ആയത് ഏതാണ്? യെസ് 6/8 അല്ലേ. 6/8 എന്ന് ചെറുതാക്കി നോക്കൂ. നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 3/4 എന്ന് കിട്ടുന്നുണ്ടല്ലോ. 6ലും 8ലും പൊതുവായിട്ട് പോകുന്ന സംഖ്യ ഏതാണ്? അത് ഏതാണ് കൂട്ടുകാരെ? 6ലും 8ലും പോകുന്നത് നമുക്കറിയാം. ഏത് പോകും?
യെസ്, ഏതാണ് 2 പോകും അല്ലേ? 6ലും 2 പോകും, 8ലും 3 2 6 4 2 8, അപ്പം 3/4 എന്ന് കിട്ടി. ദെൻ 4/12 യെസ് 4 പൊതുവായിട്ട് പോകും അല്ലേ? അപ്പം 4 എത്ര 4 ഉണ്ട്? ഒരു 4ഉം 12ൽ എത്ര 4 3 4ഉം. അപ്പോൾ ഇവ തമ്മിൽ ഈക്വൽ അല്ലേ? അതായത് 4/12ഉം ദെൻ ഈസ് ഈക്വൽ ടു 1/3. ഓക്കെ, അപ്പോൾ ഈക്വൽ ആയി നമ്മൾ കണ്ടെത്തിയല്ലോ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. ബാനർ മേക്കിംഗ്. A banner was prepared for the anti-drug rally with length 2 meters and width 50 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ആക്ടിവിറ്റി 4 എന്താണ്? ലഹരി വിരുദ്ധ റാലിക്ക് വേണ്ടിയിട്ട് 2 മീറ്റർ നീളം, അതുപോലെ തന്നെ 50 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ബാനറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ബാനർ ഇൻ സെൻറ്റിമീറ്റർ. ബാനറിൻ്റെ നീളം സെൻറ്റിമീറ്ററിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത്ത് നമ്മളോട് എന്താണ്? സെൻറ്റിമീറ്ററിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഏതിലാണ്? മീറ്ററിലാണ്. നോക്കൂ, ലെങ്ത്ത് 2 മീറ്റർ എന്നാണ് നൽകിയിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ബാനറിൻ്റെ ലെങ്ത്ത് സെൻറ്റിമീറ്ററിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 2 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ യെസ് 2 × 100 200 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 2 meters ഈസ് ഈക്വൽ ടു 200 സെൻറ്റിമീറ്റേഴ്സ്. നമുക്കറിയാം എന്താണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 മീറ്റർ അല്ലേ ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത്? അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 200 സെൻറ്റിമീറ്റർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ബാനർ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ബാനർ ഇൻ സ്ക്വയർ? അതായത് ബാനറിൻ്റെ പരപ്പളവ് എത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, നമുക്കറിയാം എന്താണ്? ലെങ്ത്ത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 200 കിട്ടിയിട്ടുണ്ട്. വിഡ്ത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എന്താണ് പരപ്പളവ് കണ്ടെത്താമല്ലോ. യെസ്, എത്രയായിരിക്കും? 50 × 200 ഈസ് ഈക്വൽ ടു യെസ് 10,000 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 10,000 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടിയല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് ഡബിൾ വാട്ട് വുഡ് ബി ദ ഏരിയ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ? നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? വിഡ്ത്ത് ഇപ്പോൾ നമ്മൾ ഡബിൾ ചെയ്യാണ്, ഇരട്ടിയാക്കുകയാണ്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി അല്ലേ? വീതി നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? വീതി നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 50 ആണ്. 50നെ ഇരട്ടിയാക്കിയാൽ വിഡ്ത്ത് യെസ് 50നെ ഇരട്ടിയാക്കിയാൽ നമുക്ക് കിട്ടും 100 അല്ലേ? ദെൻ നമുക്കറിയാം ലെങ്ത്ത് എത്രയാണ്? 200 ആണ് അല്ലേ? അപ്പം നമുക്ക് ഏരിയ എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? യെസ് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അതായത് നീളം ഇൻറ്റു വീതി അല്ലേ? അപ്പം 200 × 100 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ് 20,000 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ ഈസ് ഡബിൾ ഹൗ മെനി ടൈംസ് ദർ വിൽ ബി? How many times the area will be? Okay, if the length and breadth of rectangle is double how many times the area will be? എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അതായത് ഒരു ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും ഇരട്ടിയായാൽ പരപ്പളവ് എത്ര മടങ്ങാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഏരിയ അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? വിഡ്ത്ത് വീതി എന്ന് പറയുന്നത് 50 ആണ്. അതായത് 50 ഇരട്ടിച്ചാൽ 100 ആവും. ദെൻ ലെങ്ത്ത് എന്ന് പറയുന്നത് 200 ആണ്. 200 ഇരട്ടിയായാൽ ഡബിൾ ആയാൽ എത്രയായി? 400 ആയി. അതായത് 400 ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? 400 × 100. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ് 40,000 കിട്ടില്ലേ? 40,000 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഏരിയ എന്തായി? 4 മടങ്ങായിട്ട് മാറി. നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയായിരുന്നു? 10,000. ദെൻ നമ്മൾ വിഡ്ത്ത് ഡബിൾ ആക്കി വെക്കുമ്പോൾ നമുക്ക് 20,000 കിട്ടി. ദെൻ വിഡ്ത്തും ലെങ്ത്തും ഇരട്ടിയായി വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 40,000 കിട്ടി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഏരിയയ്ക്ക് ഏരിയ വിൽ ബി 4 times ഡബിൾഡ്. അതായത് എന്താണ്? 4 തവണ അവിടെ ഇരട്ടിക്കുകയാണ്. അതായത് 4 മടങ്ങാവുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ വിൽ ബി 4 times ഡബിൾഡ്. ഓക്കെ,
ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5, ലെറ്റ്സ് ഡിവൈഡ് ദ സർക്കിൾ. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എന്താണ്? യൂസിങ് എ സെറ്റ് സ്ക്വയർ ഡിവൈഡ് ദ സർക്കിൾ ഇൻറ്റു 6 ഈക്വൽ പാർട്സ്. അതിനെന്ത് ചെയ്യണം? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് 6 അതായത് 6 തുല്യ ഭാഗങ്ങളാക്കണം. എന്നിട്ട് കൂട്ടുകാരൻ എന്ത് ചെയ്യണം? ആ 6 തുല്യ ഭാഗങ്ങൾ തമ്മിലുള്ള മാർക്ക് ചെയ്ത ഭാഗങ്ങളില്ല അത് തമ്മിൽ യോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഫിഗർ കിട്ടുന്നുണ്ട്. ആ ഫിഗർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കൂട്ടുകാരൻ എന്ത് ചെയ്യുക? അതുപോലെ 5 സെൻറ്റിമീറ്റർ ആരത്തിൽ എന്ത് ചെയ്യുക? റേഡിയസിലൊരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ആ ബിന്ദുക്കളെ അടയാളപ്പെടുത്തിയിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഫിഗർ കിട്ടിയല്ലോ. ഇത് ഏതാണ്? ഇതിന് എത്ര വശങ്ങളുണ്ട്? അത് 6 വശങ്ങളുണ്ടാണല്ലേ. 6 വശങ്ങളല്ലേ ഉള്ളത്. 6 വശങ്ങളുടെ രൂപത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അത് ഷഡ്ഭുജം അഥവാ ഹെക്സാഗൺ എന്ന് പറയല്ലേ. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 6, ഗാർഡൻ മേക്കിംഗ്. പൂന്തോട്ട നിർമ്മാണമാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. A rectangular plot of length 21 meters and width 12 meters is selected to cultivate ചെണ്ടുമല്ലി, റോസ് ആൻഡ് ജമന്തി as given below. എന്താണ്? 21 മീറ്റർ നീളവും അതുപോലെ തന്നെ 12 മീറ്റർ വീതിയുമുള്ള എന്താണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്? 12 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയാണ്. അതായത് ഏതാണ്? ചതുരാകൃതിയിലുള്ളൊരു ഷേപ്പാണല്ലേ. ഒരു സ്ഥലത്ത് പൂക്കൾ കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്തൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്? ചെണ്ടുമല്ലി, റോസ്, ജമന്തി എന്നിവ താഴെ കൊടുത്ത അളവിലാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ. എന്താ? ചെണ്ടുമല്ലി ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ദ സ്ക്വയർ പ്ലോട്ട് വിത്ത് സൈഡ്സ് 12 meters. ഫൈൻഡ് ദ ഏരിയ. നോക്കൂ, ചെണ്ടുമല്ലി എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്, കൃഷി ചെയ്തിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചെണ്ടുമല്ലി സമചതുരാകൃതിയിലാണ്, അതായത് സ്ക്വയർ പ്ലോട്ടാണല്ലേ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു വശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് 12 meters എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഏരിയ കണ്ടെത്താമല്ലോ. ഏരിയ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നീളവും വീതിയും തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ മതി. നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു വശം 12 മീറ്റർ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വശങ്ങളും എന്ത് തന്നെയാണ്? 12 മീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഏരിയ കണ്ടെത്താമല്ലോ. ഏരിയ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? അതെ, നീളം ഇൻറ്റു വീതി, അതായത് 12 × 12. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 144 സ്ക്വയർ മീറ്റേഴ്സ് എന്ന് കിട്ടല്ലേ. ആൻസർ എന്താണ്? 144 സ്ക്വയർ മീറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റോസ് കൾട്ടിവേറ്റഡ് പ്ലോട്ട് ഇൻ മീറ്റേഴ്സ്. നോക്കൂ, റോസ് കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ നീളം എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നീളം നമുക്കിവിടെ നൽകിയിട്ടില്ലല്ലേ. ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? ടോട്ടൽ ലെങ്ത് 21 അല്ലേ. ദെൻ 12 നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നോക്കൂ, ചെണ്ടുമല്ലിയുടെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ഇനി റോസിൻ്റെ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? യെസ്, 21 - 12. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 9 എന്ന് കിട്ടി. അപ്പം ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടി? 9 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നോക്കൂ ക്വസ്റ്റ്യനിൽ ഇറ്റ്സ് ഏരിയ ഈസ് 70 സ്ക്വയർ മീറ്റേഴ്സ് എന്ന് നൽകിയിട്ടുണ്ട്. ഫൈൻ ഇറ്റ്സ് വിഡ്ത്ത്. 72 സ്ക്വയർ മീറ്ററാണ് അതിൻ്റെ ഏരിയ. അപ്പം ഫൈൻ ഇറ്റ്സ് വിഡ്ത്ത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ വിഡ്ത്ത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത്ത് നമ്മളിപ്പോൾ കണ്ടെത്തി എത്രയാണ്? 9 മീറ്റർ എന്ന് കണ്ടെത്തി. ദെൻ ഏരിയ നമുക്ക് നൽകിയിട്ടുണ്ട് 72 എന്ന്. ഇനി നമുക്ക് വിഡ്ത്ത് കണ്ടെത്താൻ എങ്ങനെയാണ്? അതെ, 72 ഡിവൈഡഡ് ബൈ 9. 72നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വിഡ്ത്ത് കിട്ടും. 8 മീറ്റർ എന്ന് കിട്ടിയല്ലോ. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ്. അപ്പം ലെങ്ത്ത് തന്നിട്ട് വിഡ്ത്ത് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയനെ ലെങ്ത്ത് കൊണ്ട് ഹരിച്ചാൽ മതി. 72 ഹരിക്കണം 9, 8 മീറ്റർ ആണല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ വേർ ജമന്തി ഈസ് കൾട്ടിവേറ്റഡ്. ഈ ജമന്തി കൾട്ടിവേറ്റ് ചെയ്ത് കൃഷി ചെയ്തിട്ടുള്ള സ്ഥലത്തിൻ്റെ ഏരിയയും കൂടി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നോക്കൂ, അതിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം എത്രയാണ്? 9 മീറ്ററാണ്. ലെങ്ത്ത് എത്രയാണ്? 9 മീറ്റർ നമ്മൾ കണ്ടെത്തിയല്ലേ. 9 മീറ്ററാണ് ലെങ്ത്ത്. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 12 - 8. നമുക്ക് എങ്ങനെ കണ്ടെത്താം? നോക്കൂ, വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് 12 - 8 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ 12 ആണ്. 8 റോസിൻ്റെ
വിഡ്ത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, നേരത്തെ നമ്മൾ കണ്ടെത്തി ഇല്ലേ? ബി അതായത് ബി ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വിഡ്ത്ത് റോസിൻ്റെ 8 മീറ്ററാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജമന്തിയുടെ വിഡ്ത്ത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 12 8 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ 4 മീറ്ററാണ് ആരുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്? യെസ്, ജമന്തിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. വിഡ്ത്ത് കാണാൻ 12 മൈനസ് 8 ഈസ് ഈക്വൽ ടു 4 മീറ്റർ. ഇനി നമുക്കതിൻ്റെ ഏരിയ കണ്ടെത്താമല്ലോ. യെസ്, വിഡ്ത്ത് ഇൻറ്റു ലെങ്ത് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കണ്ടെത്താം. അതായത് 9 × 4 എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 36 സ്ക്വയർ മീറ്റർ. 36 എന്ന് കിട്ടിയല്ലേ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Activity 7, pair of leaves. Look at the leaves of this plant. Find out the equal fractions and complete the table. Equal fractions എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, 1/5 ഈസ് ഈക്വൽ ടു 2/10 ആണ്. അപ്പോൾ 1/2 അല്ല 1/5 2/10. നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം? 2 1/2 ദെൻ 5/2. 2 1/2 5/2 ഈക്വൽ അല്ലേ? 2 1/2 എങ്ങനെയാണ്? മിക്സഡ് ഫ്രാക്ഷനിലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് എന്താണ്? സാധാരണ ഭിന്നത്തിലേക്ക് ആക്കുമ്പോൾ 5/2 കിട്ടുന്നുണ്ടല്ലോ. നോക്കൂ, 2 × 2 4 4 + 5 4 + 1 5 ദെൻ 5/2. ഓക്കെ, ദെൻ 1/3 2/6 ഈക്വൽ അല്ലേ? 2/6 ഒന്ന് ചെറുതാക്കി നോക്കൂ, നമുക്ക് 1/3 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? 1/3 2/6. ദെൻ 7/3 2 1/3. 2 1/3 മിക്സഡ് ഫ്രാക്ഷനിലാണ്. അതിനെ സാധാരണ ഭിന്നത്തിലേക്ക് ആക്കുമ്പോൾ നമുക്ക് 7/3 എന്ന് കിട്ടുന്നില്ലേ? ഓക്കെ, ദെൻ 3/4 6/8. ദെൻ 6/3 2. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.